എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടാനായിട്ട് നമ്മുടെ വളരെ കുറച്ച് ചക്കയാണുള്ളത്. 1 കപ്പ് ചക്ക ചുളയാണ് നമ്മളിതിൽ പീസാക്കി കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾക്ക് വളരെ ചെറുതായി തന്നെ കട്ട് ചെയ്ത് വെക്കണം. 1 കപ്പാണ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് 1.5 കപ്പ് വെല്ലം എടുക്കണം. വെല്ലത്തിൻ്റെ അളവ് കുറഞ്ഞു പോകണ്ട. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് പെട്ടെന്ന് കേടുവരും. ചക്ക വരട്ട അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കൂടുതൽ ചക്കയുള്ള സമയത്ത് ഇങ്ങനെ കൂടുതൽ വരട്ടി വെച്ചാൽ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ കൊപ്ര ഒന്ന് വറുത്ത് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പായസം വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റും. ഇത് നമ്മൾക്ക് 1 മാസമൊക്കെ പുറത്ത് വെച്ചാൽ ഈ ചക്ക വരട്ടിയത് കേടുവരില്ല. 1.5 കപ്പ് വെല്ലം ഞാനിതിലേക്ക് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പാവ് കാച്ചാനായിട്ട്. അതിൽ കുറച്ച് അത് അലിയണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഡയറക്റ്റായി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാവ് കാച്ചിയത്. ഇനി നമ്മൾ 1 സ്പൂൺ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഈ ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മതി. വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആവശ്യമാണ്. എങ്ങനെ ചെയ്താലും നമ്മൾക്കിതൊരു അരമണിക്കൂർ ചെയ്യണം. എന്നാലേ നമ്മുടെ ചക്ക വരകി വൃത്തിയായി കിട്ടുകയുള്ളൂ. ഇത് നമ്മൾക്ക് 1 മാസത്തോളം കേട് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മളിതിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു ആറിയ ശേഷം ഒരു ബോട്ടിലെടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി, എയർ കടക്കാത്ത രൂപത്തിൽ. അപ്പം നമുക്ക് കേടുവരില്ല. എല്ലാവരും ഈ ചാനൽ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചക്ക റെഡിയായി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചക്ക വരട്ടാൻ ഇത്ര എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.